ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ലേശം പിടി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. എങ്ങനെയാണ് പിടി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ 2 തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരണ്ടിനകത്ത് കഷ്ണങ്ങളൊന്ന് പറക്കി മാറ്റുമായിരുന്നേ. അപ്പോൾ 2 തേങ്ങ ചിരണ്ടി എടുത്തു. അതിനകത്തേക്ക് ഞാൻ കഷ്ണങ്ങളൊക്കെ മാറ്റിയെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. നൂലുണ്ട്, ഇതൊക്കെ പറക്കി മാറ്റുക. തേങ്ങയുടെ നൂലുണ്ട്. അത് കാണുന്നൊന്നും പറക്കുമായിരുന്നു, ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ പിടി ഉരുട്ടുമ്പോൾ ഇത് പൊട്ടിപ്പോവാതിരിക്കാനാ. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 കിലോ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാട്ടോ, അത് ഇടുവാണേ. അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ച് വറുത്തെടുത്ത പൊടിയാണ്. അപ്പോൾ ഇനി പിടി ഉണ്ടാക്കാൻ മാറ്റി വെച്ചു. കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, അത് ആവശ്യമുണ്ട്. അതിനകത്തേക്ക് ഏകദേശം 1/2 കിലോ പുട്ടുപൊടിയും കൂടെ ചേർക്കുക. എല്ലാവരും ഈ പിടി ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്. പിടിയും ചിക്കൻ കറിയും, വറുത്തരച്ച ചിക്കൻ കറിയും. ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഞാനും കൂടിയാണ് ആക്കുന്നേ. നല്ലവണ്ണം ഇളക്കി കുഴക്കണം. ഉപ്പ് എപ്പോഴാണ് ചേർക്കുന്നത്? ഉപ്പ് ഞാൻ വെള്ളത്തിലാണ് ചേർക്കുന്നത്. ആണോ? ഉപ്പ് വെള്ളത്തിൽ ചേർക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ്. എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഉണ്ടാക്കാൻ, എന്നാലും ഞങ്ങൾ ഒരു വെറൈറ്റി ആയിട്ട് ഇന്ന് പിടി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് അടുപ്പത്തിട്ടൊന്ന് എല്ലാം വറുത്തുകൊണ്ട് വരാം കേട്ടോ. വറുത്തൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മളിത് വറക്കാൻ വേണ്ടി ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചട്ടിയൊക്കെ ചൂടായി. അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച അരിപ്പൊടി ഇട്ട് ഇളക്കുവാണ്. കുറച്ച് നേരം ഇളക്കിയെടുക്കണേ. ഒന്ന് ചെറിയ മാതിരി മൂപ്പിച്ചെടുക്കണം. വറുത്ത പൊടിയാണെങ്കിൽ ഒന്നും കൂടി മൂക്കണം, അതാണ് ടേസ്റ്റ്. എനിക്ക് കുറച്ച് തരാമോ? അപ്പം നമ്മുടെ മാവൊക്കെ അരിപ്പൊടിയൊക്കെ ഇതാ നല്ല മാതിരി മൂത്തിട്ടുണ്ട്. ഇനി ഇത് മൂക്കുമ്പോൾ നമുക്കറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? കാരണം ഈ തവി ഇടുമ്പോൾ, നമ്മൾ ചട്ടുക ഇതിനകത്തേക്ക് ഇടുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഓടിക്കൊണ്ടിരിക്കും. മൂത്തില്ലെങ്കിൽ അത് ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ ഭയങ്കര ബലമായിരിക്കും. അപ്പം ഇങ്ങനെയാണ് ടിപ്പ്. അപ്പം ഇപ്പം ഇത് മൂത്തിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റാൻ പോവാണേ. അപ്പം ഇതിനി തീയൊക്കെ ഓഫാക്കി ഇത് നമുക്കിനി എന്നാ ചെയ്യണ്ടേ? മാറ്റി വെക്കാം. ഈ പാത്രത്തിൽ തന്നെ നമ്മൾ പിടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മൾ ആ ചട്ടിയിൽ നിന്ന് ഇതെല്ലാം മാറ്റിയിട്ട് അതേ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം തീ വെച്ചിട്ടുണ്ട്. എത്ര ഉണ്ടാവും വെള്ളം? കുറച്ചല്ല, ഇതിനകത്ത് 12 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. 12 ഗ്ലാസ് വെള്ളം. 12 ഗ്ലാസ് വെള്ളം വെച്ച് ഇതൊന്ന് വെട്ടി തിളക്കണം. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച് ജീരകം, ഉള്ളി, ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. മിക്സ് അതിനകത്തേക്ക് ഇടുവാണേ. ഞങ്ങൾ 1 കിലോ പൊടിയുടെ കണക്കാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും ഉണ്ടാക്കാം. അപ്പോൾ സാധനങ്ങളൊക്കെ അതേപോലെ കുറവ് എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പ്. ഇനി ഇതൊന്ന് തിളയ്ക്കണം, നല്ല വെട്ടി തിളച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുക്കാം. 1 പിടി തേങ്ങ, ഒരു 3 കുഞ്ഞു ഉള്ളി, സവോള പോലെയൊക്കെ ഇരിക്കും, കുഞ്ഞു ഉള്ളിയാണത്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി. വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. നമ്മൾ 1 കിലോ പൊടിയാണ് എടുത്തത്. ഇത് 12 പേർക്ക് കഴിക്കാം. 15 പേർക്ക് കഴിക്കാവുന്നതാണ് 1 കിലോ അരിയും കൊണ്ട് പിടി ഉണ്ടാക്കിയാൽ. പിന്നെ ഇതാ നമ്മൾ കുറച്ച് ജീരകം, ഒരു 4 ചെറിയ സ്പൂൺ, 4 സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്. കഴുകി എടുത്ത് വച്ചേക്കുന്നതാണ്. ഇത് ഇനി നമുക്ക് എല്ലാം കൂടി ചതച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ വെള്ളമെല്ലാം ഇതാ നല്ല വാരി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഉണ്ട ഉരുട്ടുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് തിരുമിയൊക്കെ എടുത്ത് വെച്ച പൊടി ഇട്ട് കൊടുക്കാം. ചൂടുണ്ട്, കുഴപ്പമുണ്ടാവില്ലേ?
ഇതിനകത്തേക്ക് നമ്മൾ കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കുക. മുഴുവൻ പൊടി ഇട്ടിട്ടില്ലേ, നമ്മൾ കുറച്ച് പൊടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അതിന് ആവശ്യമുണ്ട്. ഇതിനി ഇത് ഇളക്കി കുഴച്ച് ഉരുട്ടിയെടുക്കണം. അപ്പം നമ്മളുടെ അരിപ്പൊടിയൊക്കെ ഇതാ ഈ പരുവാക്കിയെടുത്ത് കുഴച്ച് ഉരുട്ടിയെടുക്കണം. ഭയങ്കര ചൂടാകും കേട്ടോ ചേച്ചി, ആ ഊഹു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ ഈ മോഡൽ ഉരുട്ടിയെടുത്താലേ പിടി റെഡി ആവുള്ളൂ. കുഴയിലാണ് പിടിയിരിക്കുന്നത്. ഭയങ്കര ചൂടാണ് കേട്ടോ, കൈയൊക്കെ പൊള്ളുന്നുണ്ട്. കൈ ചൂടാറാൻ എന്ത് ചെയ്യണമെന്നറിയോ? കൈ വെള്ളത്തിലേക്ക് മുക്കുക, പച്ചവെള്ളത്തിലേക്ക്. അപ്പൊ ചൂട് നമ്മുടെ കയ്യിൽ അത്ര വരില്ല, പറ്റൂല. അപ്പൊ നമ്മുടെ ഉണ്ടയൊക്കെ ഉരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി ഇപ്പൊ ഉരുട്ടുന്നുണ്ട്. ദേ ഇത്രയും എണ്ണം ഉരുട്ടി വെച്ച്, ഇത് ഇത്തിരി വലിയ ഉണ്ടയാണ്, 3 എണ്ണം. മറ്റേ 3 അതാണ് കറക്റ്റ്. അപ്പം ഇനിയിപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് ഉരുട്ടാത്തത്. ഇനി ഞാനും കൂടി ഉണ്ട ഉരുട്ടി എല്ലാം കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മുടെ പിടിക്കുള്ള വെള്ളം ഇതാ തിളയ്ക്കുന്നുണ്ട്. കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്, ഒരു ഉപ്പും ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഉരുട്ടിക്കൊണ്ടുവന്ന് ഉണ്ട ഇട്ട് കൊടുക്കുവാണ്. ഒരു 2 കപ്പ് വെള്ളമുണ്ട്. ഇങ്ങനെയൊക്കെ ഇട്ടാൽ നമ്മൾ ഉണ്ടയൊന്നും പൊട്ടുമൊന്നുമില്ല. ഉണ്ടോ? അപ്പം നമ്മുടെ ഉണ്ടയെല്ലാം ഇട്ട് ഇതാ നികത്ത വെള്ളത്തിലാണ് കിടക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇതേപോലെയൊക്കെ വേണം ഇളക്കാൻ, തവിയിട്ടൊന്നും ഇളക്കരുത്. ഇതിനി ഇത് വേകണം കേട്ടോ, ഈ വെള്ളത്തിൽ കിടന്ന്. എന്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ ഉണ്ടയൊക്കെ ഇത് തിളച്ച് മറിയുന്നുണ്ട്. ഒരു ഉണ്ട പോലും പൊട്ടിയിട്ടില്ല കണ്ടോ. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഇതേ കണ്ടോ, കലക്കിയ നേരത്തെ എടുത്തു വെച്ച പൊടിയും കൂടെ ഇച്ചിരി വെള്ളമാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്. ഇതാണ് പിടി. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണം. ഉണ്ടാ ഉണ്ടയൊന്നും പൊട്ടിയിട്ടില്ല, അടിപൊളി. ഇനി ഉണ്ട പൊട്ടിപ്പോകുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്ക്. അപ്പം ഞാനും ചേച്ചിയും കൂടെയാണ് ഉണ്ടാക്കിയത്. ഇനി ചിക്കൻ കറി ഉണ്ട്, അത് നിങ്ങളെ കാണിക്കുന്നില്ല. വറുത്തരച്ച് ചിക്കൻ കറിയാണ്, അത് കാണിക്കാം വേറെ ഒരു ദിവസം. അപ്പം നമ്മുടെ പിടിയൊക്കെ ഇത് ഇവിടെ ചട്ടിയിൽ ഇരിപ്പുണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.